ഹായ്. ഡിമോണ്ടെ കോളനി എന്നും പറഞ്ഞു. ഡിമോണ്ടെ അല്ലെങ്കിൽ ഡിമോണ്ടെ എന്തു ആയിക്കൊള്ളട്ടെ, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മുത്തു സാധനമായിരുന്നു. അത് ഹൊറർ എന്ന് പറയുന്ന സിനിമയിലെ ഈ അരൺമனை ഫോറിലൊക്കെ ഒളിമ്പിക്കലിലെ പിന്നെ പോലത്തെ പരിപാടിയൊന്നും ഈ ഡിമോണ്ടെ കോളനിയിൽ ചെയ്യില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. എന്തായാലും ഒരു അത്യാവശ്യം പ്രതീക്ഷിക്കാവുന്ന സാധനം തന്നെയാണ്. അതിന്റെ റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് വന്നുള്ള സാധനം അത്യാവശ്യം നല്ല കിടിലൻ സാധനമായിരുന്നു. ഇത് ഏകദേശം 2 മിനിറ്റ് 26 സെക്കൻഡിലുള്ള ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കാം, പേടിപ്പിക്കോ ഇല്ലേ നോക്കാം. അതാണല്ലോ മെയിൻ ആയിട്ട് ഈ ഹൊറർ സിനിമയിൽ കാണുന്നത്. ലെറ്റ്സ് വാച്ച്. റെഡി. നോക്കിയത് അരുൾനിധി டிமாண்டி வீட்டை விட்டு அந்த செயின் வெளியே எங்க போனாலும் ஏதாவது ஒரு வழியில் கண்டிப்பா திரும்ப அந்த வீடு வந்து சேரும். யாரோ பாட்டி இருக்காங்க. பார்த்திபன் லைன்ல வாங்க. என்ன சத்தம்? உள்ள யாரோ இருக்காங்க. சொன்ன கேளு, போகாதே. இது நம்மள உள்ள வர வைக்கிறதுக்கான டிராமா கூட இருக்கலாம். எது நடக்க கூடாதுன்னு நினைச்சோம், அது இப்போ நடக்க போகுது. அந்த செயின் டிமாண்டி விட்டு வெளியே வந்துடுச்சு. அது நம்மள பழி தீக்காம விடாது. Why are we wandering? We will need a resting. Why don't you come and see all the gifts that we bring? ബീജിയം ഒരു രക്ഷയില്ല. ബീജിയമും സൗണ്ട് മിക്സിങ്ങും ഒരു രക്ഷയില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഹൊറർ മൂവിയിൽ. ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരു ഹൊറർ മൂവി ആരാധകൻ കൂടിയാണ്. ഹോളിവുഡ് സിനിമകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോഴേ. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് വന്നില്ലേ വൈ ആർ വി വാണ്ടറിങ് പോലുള്ള സോങ് ഉണ്ടല്ലോ, അത് ഭയങ്കര ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ അത് ഇങ്ങനെ അത് OTT-ലൊന്നും ഒരിക്കലും കാണരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെയൊക്കെ മെയിൻ എന്ന് പറഞ്ഞത്. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പക്ക എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അതിങ്ങനെ ആ ഒരു പാട്ടൊക്കെ കറക്റ്റ് വരുമ്പോഴും BGM വരുമ്പോഴൊക്കെ കിട്ടില്ലായിരിക്കും. പക്ഷെ അത്രയും ഇത് പ്രേതം എന്നുള്ള രീതിയിൽ പൊതുവെ ഈ ഫസ്റ്റ് ഒന്ന് കാണിച്ച പോലെ അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു ജംസ്കാരി സാധനം ഇപ്പോൾ നിലവിൽ ഇതിൽ കാണിച്ചിട്ടില്ല, ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഓഫ്കോഴ്സ് അത് ഉണ്ടാവും. ഈ ഡിമോണ്ടെ കോളനിയും ആ വീടും ആ സംഭവം കാണിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അതല്ലാണ്ട് തന്നെ ഇവർക്ക് ആ ഉള്ളിൽ ഒരു ഭയം എന്ന് പറയാൻ പറ്റും. ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഫീൽ, അത് കൊണ്ടുവരാൻ ഇവർക്ക് ഒരു 90% ഇപ്പൊ തന്നെ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ എനിക്ക് അറിയില്ല, കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അരുൾനിധി പുള്ളിക്കാരൻ നൈസായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. ഈ ആ വണ്ണിൽ തന്നെ കിടിലനായിരുന്നു. പിന്നെ നായികയാണെങ്കിലും ഒക്കെ പൊളിയാണ്. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഇതിലുള്ള ചൈനക്കാരനായിട്ട് ഒരാൾ ഉണ്ടല്ലോ, ആ മൊട്ടണന്റെ മറ്റേ ലിപ് സിങ്കിങ് കറക്റ്റ് അല്ലാത്ത പോലെ തോന്നി. എന്തോ തമ്മിൽ പറഞ്ഞിട്ട് വീണ്ടും ലിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോ മുപ്പയുടെ സൗണ്ട് തന്നെ പുറത്ത് വേറെ ആരെങ്കിലും സൗണ്ട് ഓവറായിട്ട് കൊടുത്താണോന്നും അറിയില്ല. ബട്ട് പുള്ളിക്കാരന്റെ വോയിസ് ആണ് അതെന്നുണ്ടെങ്കിൽ അത് ലിപ് സിങ്കിങ് കറക്റ്റ് ആയിട്ടില്ല. അത് ഇതിൽ അങ്ങനെ അറിയാനുണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഇതിൽ കാണിക്കണത്, ചില സ്ഥലങ്ങൾ എന്തോ കുറച്ച് ഓവറായിട്ട് എന്തൊക്കെയോ ഇതിലുണ്ടോന്നും തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പോ കണ്ടത് വെച്ച് തമിഴിൽ നിന്നൊക്കെ ഒരു സിനിമ വരാന്ന് പറഞ്ഞാൽ ഹൊറർ സിനിമകൾ ആലോചിച്ച് നോക്കൂ. എത്ര സിനിമകൾ, ചള്ളി സിനിമകൾ വെറുതെ തോന്നിയാസം കാണിച്ചു നോക്കണേ. അതങ്ങനെയല്ല. ഇത് വിഷ്വലി
ബീജവും മറ്റു സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഞെട്ടിക്കാൻ ഇതിന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.